ശ്രീ MC നാസർ, ഈ നിലവിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പലതും ഈ കാര്യത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ളവർ. പാകിസ്ഥാനാകട്ടെ വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ്റെ മേലുള്ള ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുകയും ഇറാനോടൊപ്പമാണ് താങ്കളെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. അവർ ഒരു OIC അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ സംഭവവികാസങ്ങളിൽ ഈ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളുടെ നിലപാടെന്താണ്? അവർ ഒരു നിലപാട് സ്വീകരിക്കാൻ മടിക്കുന്നുണ്ടോ? ഇതിൽ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ളൊരു നിലപാടിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഒമാൻ മുൻകൈയെടുത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കിയെന്നത്. കാരണം ഇത് തുറന്നൊരു യുദ്ധത്തിലേക്കോ കൂടുതൽ ഹിംസാത്മകമായിട്ടുള്ള നീക്കങ്ങളിലേക്കോ പോകരുത് എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഒമാൻ, കാരണം ഇറാനുമായിട്ട് ഏറ്റവും വൈകാരികമായിട്ടും പല നിലക്കും സാംസ്കാരികമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗൾഫ് രാജ്യം എന്ന നിലയ്ക്ക് ഒമാനെ മുൻകൈയെടുക്കുകയും അങ്ങനെയാണ് ഇറാനെയും അമേരിക്കയെയും ഒരു ടേബിളിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരാനും 5 വട്ടം ആ ചർച്ചകൾ വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകാനും സാധിച്ചത്. 6ാം വട്ട ചർച്ച ഇപ്പം നാളെ മസ്കത്തിൽ നടക്കാനിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് അമേരിക്കയുടെ തന്നെ അറിവോടുകൂടി ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇറാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഗൾഫിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ രാജ്യം കൂടിയാണ്. നേരത്തെ ദാവൂദ് സൂചിപ്പിച്ചതുപോലെ 80 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ ആ സാഹചര്യത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളും ഏറെക്കുറെ അമേരിക്കക്കൊപ്പം തന്നെയായിരുന്നു നിലയുറപ്പിച്ചത്. കാരണം ഒരു ഷിയ വിപ്ലവം അവിടെ നിന്ന് മറ്റ് മണ്ണുകളിലേക്കും കൂടി കയറ്റുമതി ചെയ്യുമോ എന്നൊരു ആശങ്ക രൂപപ്പെട്ട സമയമായിരുന്നു അത്. പക്ഷേ ഇന്ന് സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ചൈന മുൻകൈ എടുത്തുകൊണ്ട് സൗദി അറേബ്യയെയും അതോടൊപ്പം തന്നെ ഇറാനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ UAE ആവട്ടെ, ഖത്തർ ആവട്ടെ, ബഹ്റൈൻ ആവട്ടെ, എല്ലാ രാജ്യങ്ങളുമായും കുറെ കൂടി അടുത്തൊരു ബന്ധം രൂപപ്പെടുത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കക്കൊപ്പം തന്നെ ഇറാനുമായിട്ടും ഏറ്റവും നല്ല ഒരു ബന്ധം, വംശീയമായിട്ടുള്ള പക്ഷപാതിത്വങ്ങൾ കലർന്ന നീക്കങ്ങൾ ഇരുപക്ഷത്തും ഉണ്ട് എന്ന യാഥാർത്ഥ്യമൊക്കെ നമ്മൾ അംഗീകരിക്കുക. പക്ഷേ എങ്കിൽ പോലും ഒരുമിച്ച് പോകണം, ഈ മേഖലയുടെ താല്പര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു പോസിറ്റീവ് നടപടികൾ വേണമെന്ന ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പൊതുവായ ആഗ്രഹം സമീപകാലത്തായിട്ട് ഇറാനും പങ്കുവെക്കുന്നുണ്ട്. കാരണം കറൻസിയുടെ ഒക്കെ മൂല്യം അത്രയേറെ ഇടിയുകയും സാമ്പത്തികമായി വലിയ തോതിലുള്ള ഞെരുക്കവും പണപ്പെരുപ്പം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ഇറാൻ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് ആ രാജ്യവും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുമായിട്ട് പതിറ്റാണ്ടുകളുടെ ഈ വൈരമൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ഒരുമിക്കലിനും ഒരു ചർച്ചക്കുമൊക്കെ ഇറാൻ നേതൃത്വം തയ്യാറായതും. പക്ഷേ ആ ചർച്ച സാധ്യതയെപ്പോലും വളരെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു മാർഗം ഇപ്പോൾ അവരുടെ മുമ്പാകെ ഇല്ല. ഈ ഒരു തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വളരെ നഗ്നമായിട്ടുള്ള ഒരു കടന്നുകയറ്റം രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ ചെറുക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗം അവരുടെ മുമ്പിലില്ല. അപ്പോൾ ആണവായുധം എന്നത് ധാർമ്മികമായി പോലും തങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. ആണവായുധം ഉപയോഗിക്കരുത് എന്നൊരു നിലപാടാണ് തങ്ങൾക്ക് ഉള്ളത് എന്ന് പലവട്ടം ഇറാൻ വ്യക്തമാക്കിയതാണ്. അതേസമയം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ആണവ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ഒരു രാജ്യത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇറാൻ പിന്നിട്ട വർഷങ്ങളിലൊക്കെയും ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2015 ആ കരാർ പോലും രൂപപ്പെട്ടത്. ആ കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് അമേരിക്ക തന്നെ ട്രംപ് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ഒടുവിൽ ഇപ്പോൾ 5 വർഷത്തിന് ഇപ്പുറം വീണ്ടും ആ കരാറുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് അവസരമൊരുക്കിയ ഘട്ടത്തിലാണ് വളരെ ദുരുപദിഷ്ടമായ നീക്കത്തോടു കൂടി അതിനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഖത്തറിലെ അമീറും അതോടൊപ്പം തന്നെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇന്നലെ രാത്രി ട്രംപുമായിട്ട് സംസാരിച്ചിരുന്നു. ഈ ഭരണാധികാരികളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചൊരൊറ്റ ആവശ്യം എന്നത് ഈ ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ ആക്രമണം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങും. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഇരകളായി മാറാൻ പോകുന്നത് ഈ മേഖല തന്നെയായിരിക്കും, ഈ മേഖലയിലെ രാജ്യങ്ങളായിരിക്കും. സാമ്പത്തിക നിക്ഷേപ രംഗങ്ങളിൽ, അതോടൊപ്പം തന്നെ ടൂറിസം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ, പൊതുസുരക്ഷയിൽ ഇതൊക്കെയും വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെടും. അതിന് നിൽക്കരുത്. കാരണം $1 ട്രില്യൺ വലിയ നിക്ഷേപ പദ്ധതികളാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം അമേരിക്കയ്ക്ക് വേണ്ടി ഈ രാജ്യങ്ങളൊക്കെ തന്നെ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. സൗദി അറേബ്യയും UAEയും ഖത്തറുമൊക്കെ വളരെ ഉദാരമായിട്ടുള്ള സാമ്പത്തിക നിക്ഷേപ കരാറുകൾ രൂപപ്പെടുത്തിയത് ഒരു അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക കാലാവസ്ഥ ഇവിടെ വേണം എന്ന ഒരാഗ്രഹം മുൻനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ട്രംപ് ഇവർക്ക് ഉറപ്പ് നൽകിയതായി ഈ ഭരണകൂടങ്ങളൊക്കെ പറയുന്നത് ഇല്ല, പ്രതിസന്ധി കൂടുതൽ നീണ്ടു നിൽക്കുകയില്ല, ഒരു പ്രത്യാക്രമണങ്ങളോടുകൂടി ഇത് അവസാനിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ട്രംപ്
പകർന്നു നൽകിയത് എന്നാണ് ഈ ഭരണാധികാരികൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം ഇസ്രായേലിനോട് ഒരു പക്ഷേ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണം തുടരാൻ എന്നതാണോ എന്ന ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാൻ സാധിക്കും, നേരത്തെയൊക്കെയും മറ്റ് സമാധാനം അതിൻ്റെ ഒരു ഭാഗമാണ് താൻ എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലായാലും അതല്ലെങ്കിൽ ഇപ്പം മറ്റ് പല പലസ്തീൻ ഈ പ്രതിസന്ധിയിലൊക്കെയും വളരെ ഇരട്ടത്താപ്പ് കലർന്ന ഒരു സമീപനമാണ് ട്രംപിൻ്റെ ഭരണകൂടവും സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണങ്ങൾ ഇനിയും ആ രാജ്യത്തിന് മേൽ തുടരുകയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള തിരിച്ചടിയിലേക്ക് നീങ്ങാൻ ആ രാജ്യം നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നത്തെ ആക്രമണങ്ങളും ഇനി വരാനിരിക്കുന്ന ആക്രമണ പദ്ധതികളും ഒക്കെ തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പൊതു നിഗമനം എന്നുകൂടി വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ശരി.